ഈശ്വരത്തെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ അഞ്ചപ്പത്തിൻ്റെ 800-ാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് വഴി നടത്തിയ എല്ലാ മേഖലകളെയും ഓർത്ത് നിങ്ങളോട് ഒന്നിച്ച് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. ഇന്നലെ മേരി ജോർജ് സിസ്റ്റർ പാലാ രൂപതയിൽപ്പെട്ട സിസ്റ്ററാണ്. സിസ്റ്ററിനെ ഇന്നലെ കാണുവാനിടയായി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, വർഷങ്ങളായി അഞ്ചപ്പം മുടങ്ങാതെ ശ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ. ഇങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അഞ്ചപ്പം ശ്രവിക്കുകയും ദൈവവചനത്തിൻ്റെ ശക്തിയും സൗഖ്യവും സമാധാനവും രുചിച്ചറിഞ്ഞിട്ടുള്ള സ്വന്തമാക്കിയിട്ടുള്ള അനേക ജീവിതങ്ങളുണ്ട്. അപ്രകാരമുള്ള എല്ലാ ജീവിതങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുകയും കർത്താവ് ഇപ്രകാരമുള്ളൊരു ശുശ്രൂഷ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. തീർച്ചയായും ഒരുപാട് കുറവുകളുണ്ട്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അഞ്ചപ്പം പങ്കുവയ്ക്കുന്ന അനേക വ്യക്തികളുണ്ട്, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ബാറൂക്ക് പ്രവചനത്തിലെ അതിമനോഹരങ്ങളായ തിരുവാക്യങ്ങളാണ് ഇന്ന് ഈ 800-ാം എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുക. ഈ വാഗ്ദത്ത വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വലിയ അഭിഷേകത്തിൻ്റെ, വലിയ കൃപയുടെ ഈ വചനങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കണം, എഴുതി വയ്ക്കണം, ഭിത്തിയിൽ ഒട്ടിച്ചു വയ്ക്കണം, കൊണ്ടു നടക്കണം, ആവർത്തിക്കണം, പ്രഖ്യാപിക്കണം. ഈ പരിശുദ്ധ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. വിശ്വാസത്തിൻ്റെ സ്വപ്നങ്ങൾ ഉയർത്തപ്പെടണം. പ്രത്യാശയുടെ ചിറകുകൾ നമ്മൾ ഉന്നതമാക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ശുശ്രൂഷകളുടെ ഭാഗമായി തീരാൻ നമ്മൾ ആഗ്രഹിക്കണം. ബാറൂക്ക് പ്രവചനം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങൾ. ജെറുസലേം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. പ്രിയപ്പെട്ടവരെ, ദുഃഖം, അസ്വസ്ഥതകൾ, വേദനകൾ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൽ ആനന്ദിക്കുന്ന, മഹത്വത്തിൻ്റെ വസ്ത്രമെടുത്ത് അണിയുന്ന ഒരു കൃപയുടെ ജീവിതം, ഒരു വിശ്വാസത്തിൻ്റെ സമർപ്പണ ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വചനം പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. ദൈവത്തിൽ നിന്നുള്ള നീതി ആരാണ്? അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ധരിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നിത്യനായവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിൽ അണിയുക. മഹത്വത്തിൻ്റെ കിരീടം അണിയാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിൻ്റെ തേജസ് വെളിപ്പെടുത്തും. ആകാശത്തിന് കീഴെ എല്ലായിടത്തും ദൈവം നിൻ്റെ തേജസ്, യേശുവിനെ അനുസരിക്കുന്ന, ദൈവവചനത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കാൻ പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കും, മാനിക്കും, ബഹുമാനിക്കും. അവനെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും. അപ്പോൾ നമുക്ക് നല്ല പേരുകൾ ദൈവം കരുതി വച്ചിട്ടുണ്ട്. നീതിയുടെ സമാധാനം, ഭക്തിയുടെ മഹത്വം എന്ന് നമ്മൾ വിളിക്കപ്പെടും. ജെറുസലേം ഉണരുക. അഞ്ചപ്പം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ ഉണരുക. യുവതി യുവാക്കന്മാരെ ഉണരുക. കുഞ്ഞുങ്ങളെ ഉണരുക. ശുശ്രൂഷകരെ ഉണരുക. സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സെ ഉണരുക. ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക. ദൈവത്തെങ്കിലേക്ക് നോക്കുക. യേശുവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിൻ്റെ മക്കളെ കാണുക. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു സ്വപ്നമായി മാറണം. നമ്മുടെ ജീവിതത്തിലൂടെ സ്വർഗം സ്വന്തമാക്കുന്നവർ അനേകായിരങ്ങൾ എല്ലാ ദേശങ്ങളിൽ നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം. അടുത്ത വചനം പറയുകയാണ്, ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു. ഈ വലിയ ആനന്ദം നമ്മളിലും നമ്മളോട് ചേർന്നവരിലും നിറയപ്പെടാൻ ഇടയാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമേ. ഹല്ലേലൂയ.